ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് തുടരുന്നത് ദമ്പതിമാർ അനുകരിക്കേണ്ട ചില ദമ്പതിമാരെ പറഞ്ഞുകൊണ്ടാണ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ അനുകരിക്കാവുന്ന ചില ദമ്പതിമാരെ അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്ന് വിവാഹ ജീവിതം നയിക്കുന്ന ദമ്പതിമാർ അവരെ അനുകരിക്കുന്നത് നല്ലതാണ്. അവരെക്കുറിച്ച് കേട്ട് നല്ലത് പറഞ്ഞു പോയാൽ പോരാ, അനുകരിക്കാനുള്ള ഒരു പ്രയത്നം, ഒരാഗ്രഹം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഒരു ഭാര്യ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ഞാൻ എൻ്റെ ഭർത്താവിനെ കൂടുതൽ ബഹുമാനിക്കാൻ പഠിച്ചത് മറ്റൊരു ദമ്പതിമാരിൽ നിന്നാണ്. അവർ പരിചയപ്പെട്ട ഒരു ദമ്പതിമാർ. അവരുടെ പ്രത്യേകത, ഭർത്താവിന് എന്തെങ്കിലും ബലഹീനതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ പോലും ഭാര്യ ഒരിക്കലും ഭർത്താവിനെ കുറ്റപ്പെടുത്തില്ല, ഭർത്താവിൻ്റെ കുറ്റം പറയത്തുമില്ല, ആരെങ്കിലും ഭർത്താവിനെ കുറ്റം പറയാൻ അനുവദിക്കത്തുമില്ല. അതിവർക്ക് വലിയൊരു പാഠമായിരുന്നു. അവർ പറഞ്ഞത്, എനിക്ക് ഭർത്താവിനോട് ബഹുമാനം ഉണ്ടായിരുന്നെങ്കിലും കൂടുതലായും എൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കാൻ ഞാൻ തുടങ്ങിയത് ഈ ദമ്പതിമാരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടെത്താവുന്ന മാതൃക ദമ്പതിമാരിൽ ചിലരെ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നത് ജോസഫും മറിയവും. നമുക്കറിയാം, യേശുവിൻ്റെ അമ്മയായ മറിയം, ആ മറിയത്തിന് ഭർത്താവായി നൽകപ്പെട്ടത് വിശുദ്ധ യൗസേപ്പ്. ഇവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഈ ദമ്പതിമാർ നമ്മെ പഠിപ്പിക്കുന്ന അതിവിശിഷ്ടമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ കാണുകയുണ്ടായി, ജീവിത പങ്കാളിയെ ബഹുമാനിക്കാനും ജീവിത പങ്കാളിയിൽ അഭിമാനം കൊള്ളാനും കഴിഞ്ഞവരാണ് ജോസഫും മറിയവും. രണ്ടാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, ദൈവിക സന്ദേശം ആരിലൂടെ വന്നാലും അത് വിശ്വാസത്തിൽ എടുക്കാൻ കഴിഞ്ഞവരാണ് ഈ ദമ്പതിമാർ. ജോസഫിന് കിട്ടിയ സന്ദേശം മറിയം വിശ്വസിച്ച് അംഗീകരിച്ചു. മറിയത്തിന് കിട്ടിയ സന്ദേശം ജോസഫ് വിശ്വസിച്ച് അംഗീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്രകാരം ജീവിത പങ്കാളിയൊന്ന് വിശ്വസിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയോ ദമ്പതിമാരുടെ വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാകുമായിരുന്നു. മൂന്നാമതൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും, തെറ്റുപറ്റിയതിൽ അനുദപിക്കുന്ന ദമ്പതിമാരായിരുന്നു ജോസഫും മറിയവും. വിശുദ്ധ വാൾത്തോർത്ത അവർക്കുണ്ടായ ചില ദർശനങ്ങൾ, അതിലൊന്ന് ജോസഫിനെ കുറിച്ചുള്ള കാര്യമാണ്. ജോസഫ് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നൊരു രംഗം, പാത്രത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെ ജോസഫിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു നിൽക്കുന്നു. അത് പിന്നീട് അവിടുന്ന് താടിയിലൂടെ ഒഴുകി താഴേക്ക് വീഴുന്നൊരു രംഗം. മാത്രമല്ല, ജോസഫ് എന്ന് മറിയത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞു. ഇത്രയും നല്ല ഒരു വ്യക്തിയായിരുന്നിട്ട്, ഇത്രയും വിശുദ്ധിയായ ഒരു വ്യക്തിയായിരുന്നിട്ട് നിന്നെ എനിക്ക് തെറ്റിദ്ധരിക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞു. ഇതുപോലെ ദമ്പതിമാർക്ക് ആർക്ക് വേണേലും തെറ്റുപറ്റാം. തെറ്റുപറ്റുമ്പോൾ തെറ്റുപറ്റിയെന്ന് അംഗീകരിച്ച് മാപ്പ് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട കൃപ വീണ്ടെടുക്കാൻ അത് സഹായിക്കും എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. ദമ്പതിമാർ പിശുക്ക് കൂടാതെ ഉപയോഗിക്കേണ്ട രണ്ട് പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന് ഐ ലവ് യു, രണ്ടാമത്തേത് ഐ എം സോറി. ചിലർക്ക് തോന്നിയേക്കാം ഐ ലവ് യു പറഞ്ഞു നടക്കുന്നത് ഈ വിദേശികളുടെയൊക്കെ കൾച്ചറാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ നാട്ടിലുള്ളവരാണേലും നാട്ടിൽ ജീവിക്കുന്നവരാണേലും കേരളത്തിൽ ജനിച്ചു വളർന്നവരാണേലും നമുക്കും ആഗ്രഹമുണ്ട് സ്നേഹം കിട്ടാൻ. അതുപോലെ തന്നെ നമ്മെ സ്നേഹിക്കുന്നു എന്നാരെങ്കിലും പറയാൻ, വിവാഹിതരെ, നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ജീവിതം കൊണ്ടും അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടും ജീവിത പങ്കാളിയോട് നിരന്തരം ഇക്കാര്യം പറയാൻ വേണ്ടിയാണ്. ഐ ലവ് യു അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ അതൊരുപാട് സഹായിക്കും, വളർത്തും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമത്തേത് ഐ എം സോറി. ആർക്ക് വേണേലും തെറ്റുപറ്റാം. ജീവിത പങ്കാളിയോടുള്ള പെരുമാറ്റത്തിലാണേലും തെറ്റുപറ്റിയെങ്കിൽ ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത് അത് ദൈവികമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ വിവാഹ ജീവിതത്തെ ഒരുപാട് അനുഗ്രഹിക്കാവുന്ന ഒരു കാര്യമാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം തല പോയാലും മാപ്പ് പറയുകയില്ല. ഐ എം സോറി എന്നുള്ള ആ ഒരു വാക്ക് അവർക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളിടത്താണ് ശരിക്കും മാറ്റം വരേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. മറ്റൊരു അനുകരിക്കാവുന്ന ഒരു ഉദാഹരണം അല്ലെങ്കിൽ ദമ്പതിമാരാണ് ഇസഹാക്ക് റബേക്ക. നമുക്കറിയാം, ഇസഹാക്ക് 40-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. അവർക്ക് മക്കളില്ലായിരുന്നു. സന്താന ഭാഗ്യത്തിന് വേണ്ടി ഈ ഇസഹാക്ക് പ്രാർത്ഥിക്കുന്നു, അവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നു. അവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചാണ് ആ പ്രശ്നം അവർ പരിഹരിച്ചത്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് എനിക്ക് ഒരു കുഞ്ഞിനെ ഇവൾക്ക് നൽകാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പാത്രം മാറാൻ പോവാണ് എന്ന് പറഞ്ഞാൽ വേറെ ആളെ കെട്ടി
എനിക്ക് മക്കളെ തരാവുന്ന ഗർഭപാത്രം തേടി ഞാൻ പോകും എന്ന് പറയുന്നവരുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നു വിശ്വസ്തയോടെ അവർ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ദമ്പതിമാർ നമുക്ക് മാതൃകയായി മാറണം. ദമ്പതിമാരെല്ലാം, വിവാഹിതരായിട്ടുള്ളവരെല്ലാം ഇതുപോലെ ഈ ദമ്പതിമാരുടെ ഒരു മാതൃക ഏറ്റെടുത്ത് ജീവിക്കുന്നെങ്കിൽ അവരുടെ ജീവിതം അനുഗ്രഹപ്രദമാകും. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. ദുർമാതൃക നൽകുന്ന ദമ്പതിമാർക്ക് വേണ്ടി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.